പരിപാടി തീരുമാനം അടുക്കാൻ കഴിയില്ല. പരിപാടി തീരലും ഞാൻ പാഞ്ഞ് സ്റ്റേജുമ്മ കയറി കമ്മിറ്റിക്കാർ പിടിച്ച് വലിച്ചിട്ട് എല്ലാം കൂടി എൻ്റെ യൂണിഫോം ഒക്കെ കീറി ഇങ്ങനെ പിടിച്ചിട്ടാണ് ശരിക്കാരെടുത്ത് പോകുന്നത്. ഇവൻ എന്റെ ഉമ്മ എന്ത് പറഞ്ഞാണ് മയക്കെന്നുള്ളത് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പരുന്തിനെയും കൊണ്ടുവരും ശരിക്കാരെടുത്ത് പോയാൽ പിടുത്തപ്പെട്ട് വെറുതെ എല്ലാം പറയാ. ഞാനും നിന്റെ ഹലോ പ്രിയപ്പെട്ടവരെ, പാട്ടായ കഥ എന്ന് പറയുന്ന ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ പോയ കാലത്ത് നമ്മൾ തുടങ്ങി ഇതിലേക്ക് എങ്ങനെ എത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ ഉണ്ടായി, അതിനുശേഷം നിങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പാട്ടുകളൊക്കെ എവിടെ നിന്നാണ് സംഭവിച്ചത്, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ മുമ്പേ ആഗ്രഹിച്ചാണ്. അപ്പം നമ്മൾ 20 കൊല്ലം തികയ്ക്കുമ്പോൾ തുടക്കത്തിൽ കിനാവ് എന്ന് പറയുന്ന വർക്കിലൂടെയാണ് ഞങ്ങൾ ഈ ആൽബം മീഡിയ എന്ന് പറയുന്നതിനകത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു താജുക്കെ ഞാനൊരു നല്ല ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം കൽബാണ് ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പം ഞാൻ എൻ്റെ എഴുതിയ പാട്ടുകളൊക്കെ കുറച്ച് പാട്ടെങ്കിലും ഒരു 3-4 പാട്ട് ആ വർക്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ പാടെ ഈ ടോപ്പ് ലുക്ക് എന്ന് പറയുന്ന അസ്ലം ഭായിൻ്റെ ഒരു വടകരയുള്ള ഷോപ്പിൽ താജുക്ക നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഷോപ്പിൽ പോയി ഇവരുടെ ഈ ഡിസ്കഷനൊക്കെ കേൾക്കുകയും അതിൻ്റെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ആദ്യമേ പാട്ടുകളൊക്കെ റെഡിയാക്കി ഇന്നാൾ എഴുതണം പാടണം ഒക്കെ തീരുമാനമായിപ്പോയി. പിന്നെ ആദ്യമേ ഞാൻ ആഗ്രഹിച്ചത് ഷമീർ ഖാനെ കൊണ്ട് സംഗീതം ചെയ്യിച്ചിട്ട് എൻ്റെ ഒരു വർക്ക് ഇറങ്ങണമെന്നാണ്. പക്ഷെ അതിന് ഓൾറെഡി എൻ്റെ അടുത്ത് മ്യൂസിക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ എഴുതിയ എല്ലാ പാട്ടുകൾക്കും എനിക്ക് ഈണങ്ങളുണ്ട്. ട്യൂൺ ചെയ്തിട്ട് അതിന് വരികൾ എഴുതുന്ന ഒരു പരിപാടിയാണ് ഞാൻ പണ്ടേ ശീലിച്ചു പോരുന്നത്. അപ്പോൾ കിനാവിൻ്റെ വർക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പെണ്ണ് കാണാൻ പോയ സമയത്ത് റജിലാനോടും റജിലാൻ്റെ വീട്ടുകാരോടും വഴിയിൽ കണ്ടവരോടൊക്കെ ചോദിച്ചത് കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന ആളെ അറിയുമെന്നാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ നാട്ടുകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനയോടുകൂടി നമ്മൾ അന്നത്തെ എൻ്റെ പ്രായമുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവരും, മാപ്പിളപ്പാട്ട് ആസ്വാദകരെല്ലാവരും കൊണ്ടാടിയ ഒരു സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് പാട്ടുകളുടെ സംഗീത സംവിധാനമാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന് പ്രത്യേക ശൈലിയിലുള്ള പാട്ടുകളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇഷാമുല്ലയിൽ മൂസക്ക പാടിയ ഇഷാമുല്ല മലരെ എന്ന പാട്ട് എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കല്യാണ വീടുകളിൽ നിന്ന് അത് ഏറ്റു പാടിയിട്ടുണ്ട്. ആ പാട്ട് എൻ്റെ മനസ്സിൽ കയറിയ പോലെ തന്നെ അദ്ദേഹം പ്രത്യേക ശൈലിയിൽ പാടിയിട്ടുള്ള 2 പാട്ടുകൾ എന്നെ വല്ലാതെ ആകർഷിച്ച പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടണം, എൻ്റെ വരികൾ മൂപ്പരെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൽബാണ് ഫാത്തിമ എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് ചേരാൻ കഴിയാത്തതിൻ്റെ നിരാശയോടുകൂടി, പക്ഷെ അത് ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല, അതിൻ്റെ പ്രൊഡ്യൂസർമാരോ മറ്റുള്ള ആരെയും. പക്ഷെ താജുക്കൊക്കെ അറിയായിരുന്നു ഞാനിങ്ങനെ പാട്ട് എഴുതി നമ്മൾ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പം എന്തായാലും അതിന് എനിക്ക് വേറൊരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട്, നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് ആരും പൈസ ഒന്നും ചിലവാക്കില്ല. കല്യാണം കഴിഞ്ഞ പാടായതുകൊണ്ട് റജിലാൻ്റെ പാപ്പ റജിലാക്ക് കൊടുത്ത കുടുംബക്കാരെല്ലാം കൂടി ചേർത്ത് കൊടുത്ത കുറച്ച് പൊന്നുണ്ടായിരുന്നു. ആ പൊന്നിൽ നിന്ന് കുറച്ചെടുത്ത് വിൽക്കേണ്ടി വന്നു എനിക്ക് ആദ്യം തന്നെ. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ അമ്മോശന് തോന്നിയിട്ടുണ്ടാവണം, പഠിച്ചോനെ ഞാൻ ആരെ കൈമല അതിനെ പിടിച്ചു കൊടുത്തത്. സാരില്ല, എന്തായാലും ആ തോന്നലൊക്കെ തിരുത്തി ഞാൻ പിന്നെ ഈ കലാരംഗത്ത് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറാനുള്ള ശ്രമം നടത്തുന്നതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം മൺമറഞ്ഞു പോയത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ആമീൻ. നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഒരു കലാകാരനായിരുന്നത് കൊണ്ടായിരിക്കണം യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു വള കൊടുത്തപ്പം കൊണ്ടുപോയി വിറ്റത് മൂപ്പർ തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ പറഞ്ഞ് കൊച്ചിൻ ഷമീർ ഖാൻ്റെ അടുത്ത് എത്തുന്നു. മൂപ്പർ നമ്മൾ അങ്ങോട്ട് ചെന്നാണല്ലോ, ആവശ്യം ഞങ്ങളതാണല്ലോ, പിന്നെ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ലെവലിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഞാൻ ഭയങ്കര ഫാനാന്നൊക്കെ മനസ്സിലായി. പിന്നെ നമ്മൾ എഴുതിയ പാട്ടിന് മീറ്ററൊക്കെ ഉണ്ട് മനസ്സിലായി. അന്നേരം എനിക്ക് ഈ മീറ്റർ ഒപ്പിച്ച് എഴുതണം എന്നുള്ളതിനെ കുറിച്ചും ധാരണയൊന്നുമില്ല. പക്ഷെ നമ്മൾ
എപ്പോഴും ഒരു ട്യൂൺ ചെയ്തതിന് ശേഷം എഴുതുന്നതുകൊണ്ട് ഒരളവ് അവിടെ ഉണ്ട്. അപ്പം മൂപ്പർക്ക് ഈ അളവിൽ ഒക്കെ പാട്ടുണ്ടായപ്പം കമ്പോസ് ചെയ്യാൻ എളുപ്പമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതിൻ്റെ തോന്നല് ഇനി മൂപ്പര് സംസാരിച്ചു തുടങ്ങിയാൽ എന്തെല്ലാം തള്ള വരിക എന്നുള്ള അറിയില്ല. അതുകൊണ്ട് ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എൻ്റെ തോന്നലാണ് ഈ പാട്ട് കൊണ്ടൊക്കെ എടുത്തപ്പോൾ മൂപ്പർക്ക് കമ്പോസ് ചെയ്യാൻ എളുപ്പമുണ്ടായിട്ടുണ്ടാവും. അപ്പം ഞാനിത് ഇന്നാവും നാളെ ആവും എന്ന് വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു ആ ഭക്തിഗാനത്തിൻ്റെങ്കിലും ട്യൂണൊന്ന് കേൾക്കണമല്ലോ. അപ്പം ഗംഭീരമായൊരു ട്യൂണ് കേൾപ്പിച്ചു തന്നു. ഇതിനിടയിൽ മുഹമ്മദ് റഫീസിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഞാൻ ആ പാട്ടുശാഖയുടെ വേദികൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ മാക്സ് ഓർക്കസ്ട്രയുടെ കൂടെയും അല്ലാതെയൊക്കെ എത്തിപ്പെട്ടിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം റഫീ സാഹിബിൻ്റെ പാട്ടുകൾ എവിടെ കേട്ടാലും ഒന്ന് കച്ച് ചെയ്യും. അങ്ങനെ കവറമ്പുറത്ത്, അവിടെ കവറമ്പുറം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പണ്ട് എന്തോ ഒരു മഹാരോഗം വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ട് ഒരുമിച്ച് കബറടക്കിയ ഒരു മൈതാനം പുറത്തൊരു സ്ഥലം, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൽമാൻ വടകര എന്ന് പറയുന്നത്, അന്ന് സൽമാൻ വടകര എന്ന് പറഞ്ഞിട്ട് ഈ അന്ന് ഞാനായിക്കോട്ടെ സൽമാൻ ആയിക്കോട്ടെ ആരും തന്നെ നാടിൻ്റെ പേരൊന്നും വെച്ച് അങ്ങനെ അറിയപ്പെട്ട ആൾക്കാരൊന്നുമല്ല. ആ പ്രദേശത്തെ നല്ലൊരു പാട്ടുകാരനായി വളർന്നു വരുന്ന ഒരാളാണ്. അങ്ങനെ സൽമാനെ പരിചയപ്പെടുന്നു, പിന്നീട് ആഷിറിനെ പരിചയപ്പെടുന്നു. ആഷിറിൻ്റെ വരികൾ വളരെ മനോഹരമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടാകാൻ കാരണം ഷമീർക്ക് തന്നെ പറഞ്ഞിട്ടുള്ള ഏതെല്ലോ പാട്ടുകളുടെ വരികളിലൂടെ ആഷിറിനെ നമ്മളതിന് മുമ്പ് സംഭവിച്ച ഏതോ പാട്ടാണ്. അപ്പം ആ പാട്ടിലൂടെ ആഷിർ, സലാം ഇവരുടെ കഥയൊക്കെ ഷമീർക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആഷിറിനെ കൊണ്ട് ഇതിനകത്ത് ഒരു പാട്ട് എഴുതിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. നല്ല സൗഹൃദം ഉണ്ടായി. ഞങ്ങളിവിടെ ഒരു സഹീർ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് വേണ്ടി MSFന് വേണ്ടി കലാലയങ്ങളിലും അതുപോലെ പുറത്തുമൊക്കെ ഒരുപാട് നന്മ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, വളരെ സുമുഖനായി ഞങ്ങൾക്കിടയിലൂടെ നടന്ന് ആടി തിമർത്ത് സൗഹൃദം കൊണ്ടാടിയ ഒരു മനുഷ്യൻ. അവൻ ഇന്ന് നമ്മളോടൊപ്പില്ല, വളരെ നേരത്തെ തന്നെ പിരിഞ്ഞുപോയി. അന്ന് സെയ്ർ ഉണ്ടായിരുന്നു, അസ്കറുണ്ട്, അതുപോലെ എനിക്കൊരു കോ പ്രൊഡ്യൂസറെ വേണ്ട ആവശ്യം വന്നപ്പം ബമേഷ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ബമേഷ് പിന്നീട് അവന് പൈസ ആവശ്യം വന്നപ്പം തിരിച്ചു കൊടുത്ത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് പോയെങ്കിൽ കൂടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. നമ്മളെ ആദ്യമായിട്ട് ഏറ്റവും നന്നായി സഹായിച്ച, എൻ്റെ സ്വപ്നം പുലരാൻ സഹായിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ആലോചനകളെല്ലാം നടത്തി പൂർത്തിയാക്കിയ ഒരു സംഭവമാണ് ഷൈൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ കാണുന്ന കിനാവ് എന്ന് പറയുന്ന വർക്ക്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച സലാം ബിരോളി എന്തായാലും നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, നമ്മൾ ഒരു ബൈറ്റ് എടുക്കും. പിന്നെ ഇത് ഞാൻ എന്താണ് കിനാവിൽ ഓരോ പാട്ടിലും എഴുത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എൻ്റെ ജീവിത കഥയാണെന്നൊക്കെ ഞാൻ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുത്തിരുന്നു നമ്മളെ റഹനത്താക്ക്, ഷെരീഫ് കാക്ക്. സാധാരണ പാട്ട് അവർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയ കഥ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പണ്ടുപണ്ടേയുള്ള ആരാധകനായ ഞാൻ എൻ്റെ പാട്ട് അവരെ കൊണ്ട് പാടിക്കാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയിൽ പാടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഷെരീഫ് ഖാനെ കാണാൻ പോയ കഥയൊക്കെ കോച്ച് ഷമീർക്ക പറയും. അങ്ങനെ സ്റ്റുഡിയോയിലെത്തുന്നു. ഞാൻ ഇതെല്ലാം പറഞ്ഞ് എൻ്റെ സ്വപ്ന സാഫല്യം പോലെ കിനാവിലെ പാട്ടുകളെല്ലാം അവരിങ്ങനെ പാടിത്തരുന്നു. നമ്മൾ കിനാവിൻ്റെ വർക്കിന് ഏറ്റവും കഷ്ടപ്പാടോടുകൂടി ആ സമയത്ത് ബസ് സമരമാണ്. അങ്ങനെ ജീപ്പിൽ ഞാനും ആഷിറും ഷമീർക്കും കൂടെ രാവിലെ എങ്ങോട്ടേക്കൊക്കെ പുറപ്പെടും. പലപ്പോഴും സൽമാനും ഉണ്ടായിട്ടുണ്ട് കൂടെ. ഇന്ന് ഞങ്ങളിവിടെ അതിൽ പാടിയിട്ടുള്ള അൻവറും വരേണ്ടതായിരുന്നു. അൻവർ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വരാനായിട്ടാണ്. നമുക്ക് അൻവറിൻ്റെ ബൈറ്റും വേറൊരു ദിവസം എടുക്കാം. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇതിനകത്ത് 1000 നാവുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. ഈ കിനാവിൻ്റെ വർക്ക് നടന്ന് നമ്മളിത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ 2004 ഓഗസ്റ്റ് 8-ാം തീയതി, അതായത് കിനാവ് ജനുവരിയിൽ ഇറക്കുന്നത്, ഓഗസ്റ്റ് 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ചൊക്ലിയിലെ താഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു സംഭവമാണിത്. മിസ്രിയത്ത് നൈറ്റിൻ്റെ ഞാൻ സൂക്ഷിച്ചു വെച്ച നോട്ടീസ് എവിടെയുണ്ട്, ഇതതിൻ്റെ റെസീപ്റ്റാണ്. 50 രൂപ വെച്ചിട്ടുള്ള ആൾക്കാർ കയറി ആ പൈസ മൊത്തം കൊണ്ട് ആരോ തലയിൽ വെച്ച് മുങ്ങിക്കളഞ്ഞ അന്ന് ചോറ് പോലും കിട്ടാണ്ട് എന്ന് പോയതൊക്കെ ഞാനും സൽമാനെല്ലാം ഓർക്കുന്നുണ്ട്. സൽമാൻ്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് ആഷിറും ഞാനും എല്ലായിടത്തും സെയ്ർ അടക്കം പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താക്കി
പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. പോസ്റ്റർ ഒട്ടിച്ചിട്ട് തിരിച്ച് ഒരു ചായ കുടിക്കാൻ കയറി തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ ആശിറിനൊരു സ്വഭാവമുണ്ട്, അനങ്ങിയ ചായ കുടിക്കണം. ചായ ഇല്ലെങ്കിൽ ആശിറില്ല. ആശിർ മികച്ച എഴുത്തുകാരൻ മാത്രമല്ല, മികച്ച ചായ കുടിക്കാരനാണ്. അങ്ങനെ ഈ ചായ കുടിക്കാൻ കയറി ചായ പൂതി ആകെ 20 ഉറുപ്പിക ചായയും കടിയെല്ലാം കൂടി തിന്നിട്ടായിട്ടുള്ളൂ. അന്നത്തെ 12 രൂപയെ 20 ഉറുപ്പിക. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അന്നത്തെ ഒരു 1000 ഉറുപ്പിയോളം വിലയുള്ള ഒരു ഉഗ്രൻ സെറ്റ് ഓട്ടോറിക്ഷയിൽ നിന്ന് ആരോ അടിച്ചു മാറ്റി. എനിക്കിപ്പോൾ സംശയമുണ്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ അറിയുന്ന ആരോ സൽമാൻ പണി കൊടുത്തായിരിക്കുന്നു. എന്തായാലും പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയിട്ട് ഏതേ ഒരു കാലത്ത് വരും എന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സൽമാൻ കുറേ കാലമായി നേർച്ചാക്കുന്നു, അയാളെ കൈ ഒടിഞ്ഞോട്ടെ കാലൊടിഞ്ഞോട്ടെ 3-4 പ്രാവശ്യം ഒടിഞ്ഞൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ആളെയൊന്നും ഞാൻ പറയുന്നില്ല, സൂചന ഉണ്ട് നമുക്ക്. അപ്പം മിശ്രീയത്തിനായിട്ടിൻ്റെ ഓർമ്മകളാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിനാവ് എങ്ങനെയാണ് തുടങ്ങുന്നത്, എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ പുസ്തകം എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന പുസ്തകത്തിൻ്റെ അകത്ത്, നോട്ട്ബുക്കിൻ്റെ അകത്ത് കിനാവ് എവിടെയൊക്കെ ഞാൻ കൊണ്ടുകൊടുത്തു എന്നുള്ളതിൻ്റെ പിന്നെ തെളിവുകളാണ്. അതായത് ഈ കിനാവിൻ്റെ കേസറ്റും കൊണ്ട് നമ്മളിങ്ങനെ പോകുമല്ലോ. അപ്പോൾ അന്ന് കേസറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് പിന്നെ ഇതാ ഒരു 3 പീസ് 30 ഉറുപ്പിക വെച്ചിട്ട് കൊടുത്തതാണ്. എവിടെയാണെന്നറിയോ? മൊബൈൽ വേൾഡ് മ്യൂസിക് വടകര. ഇത് ആരാടാ? ഇത് പിന്നെ ഇശൽ ഓഡിയോസ്, എനിക്ക് തോന്നുന്നു വെള്ളിയാപ്പള്ളി ഇശൽ നജീബിൻ്റെ വീഡിയോയാണിത്. അവിടെ 25 കേസറ്റ് കൊടുത്തേ. നജീബായിട്ട് പിന്നീട് നല്ല സൗഹൃദം ഉണ്ടാക്കി. അവിടുന്ന് സലീത്ത്, ഹംസ, അങ്ങനെ കുറേ പേരെ പരിചയപ്പെടുന്നു. ഞാൻ അവിടുന്ന് പുതിയ വർക്ക് ചെയ്യുന്നു. ഞാനും പ്രണയക്കുടിൽ എന്ന് പറഞ്ഞ വർക്കിന് വേണ്ടി റെക്കോർഡിങ്ങിന് ഞാനും ആശിറും കൂടെ ചെന്നൈയിൽ പോയ കഥയൊക്കെ വേറെ പറയാനുണ്ട്. അപ്പോൾ കിനാവ് വേറൊരു കടയിൽ കൊടുത്തത് വേൾഡ് ഓഫ് മ്യൂസിക് ഡിജിറ്റൽ കാസറ്റ്സ് സീരീസ്, റോയൽ കോംപ്ലക്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് വടകര. ഇതും വടകര തന്നെ കേട്ടോ. പെണ്ണുങ്ങളുടെ നാട്ടിൽ തന്നെ ഇതെല്ലാം വിറ്റേന്ന് തോന്നുന്നു. കിനാവ് പ്രണവം വടകരയിൽ കൊടുത്ത ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ മോന് സൂക്ഷിച്ച് വെക്കാൻ കൊടുത്താൽ, പക്ഷെ ഓലിക്കൊന്നും ഇതിൻ്റെ ഫീലിംഗ് അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ സൂക്ഷിച്ചു കൊണ്ടെടുക്കുക കൊല്ലങ്ങളായിട്ട്. പിന്നെ ഇതാരോ അധികം പീസ് വാങ്ങിക്കില്ലേ, 5 പീസ്. നെക്സസ് ഡിജിറ്റൽ റോയൽ കോംപ്ലക്സ് ഓൾഡ് ബസ് സ്റ്റാൻഡ് വടകര. ഇതൊക്കെ വടകര കൊടുത്തു തന്നെയാണ്. കൊയിലാണ്ടി എവിടെയാണ്? നാഷണൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ കോഴിക്കോടുള്ളതുണ്ട്, ഇതും കൊയിലാണ്ടിയുള്ളതാണ്. നിസരി ഓഡിയോസ്. ഇങ്ങനെ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഹരി ക്ലാപ്സ് എന്ന് പറഞ്ഞ ക്ലാപ്സ് ഓഡിയോസിൻ്റെ ഓണറെ ഞാൻ പരിചയപ്പെടുന്നതും. കിനാവിൻ്റെ അവിടെ ഇതധികം ചിലവാകുന്നില്ല എന്നുള്ളത് മൂപ്പരൻ എന്നോട് പറഞ്ഞു. കാരണം വമ്പൻ ഒരു സംഭവം അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ കിനാവ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൗഫീഖ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇറങ്ങി, നമ്മളെ MG ശ്രീകുമാർ സാറിൻ്റെ, അറിയാലോ. അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഇത് ഒരു സൈഡിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയി. അത് കഴിഞ്ഞ് വല്ലാണ്ട് മുട്ടുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെല്ലാം കാത്തിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 2005 കിനാവ് തീരെ ഇല്ലാത്ത അവസ്ഥയിൽ ഏടെത്തിപ്പോയി എന്ന് പറഞ്ഞാൽ കൽബാണ് ഫാത്തിമ ഇറങ്ങി. അപ്പോൾ പിന്നെ പറയണ്ടോ, നമ്മളും അതിൻ്റെ പിന്നാലെ കൂടി അത് വിൽക്കാനും അതിനൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കിനാവിനെ കുറിച്ച് പറയാൻ, ഓർക്കാൻ. അപ്പം എന്തായാലും നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പം വിശദീകരിക്കുമ്പോൾ ഇതിലെ പാട്ടുകൾ കുറച്ച് വരികൾ പാടണമല്ലോ. അപ്പം പാട്ടിന് ഒരു കൂട്ടായിട്ട് എന്തായാലും 2 പീസ് നമുക്ക് വേണം, ഒരു താളവും ഒരു ശ്രുതിയും. അതിനുവേണ്ടി ഞാൻ വിചാരിച്ച ഏതായാലും നൗഷാഖാനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവർ ഒരു ബാൻഡ് നടത്തുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് മൂപ്പരെ കാക്കകാരണന്മാർ മുതൽ ഉമ്മ മുതൽ എല്ലാവരും പാട്ടിൻ്റെ രംഗത്തുണ്ടായിരുന്നാണ്, കഥാപ്രസംഗങ്ങളുടെ രംഗത്തുണ്ടായിരുന്നാണ്, നിറഞ്ഞു നിന്ന ആളുകളാണ്. ഇപ്പോഴും അദ്ദേഹം ആ പാരമ്പര്യം തുടരുന്നുണ്ട്, മക്കളും. എന്താ ബാൻഡിൻ്റെ പേര്? തനിമ. അപ്പോൾ തനിമ ടീമിൻ്റെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നൗഷാഖാൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, ബന്ധപ്പെടണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിൻ ഷമീർക്ക എന്ന് പറയുന്ന മ്യൂസീഷ്യനിലേക്ക് എൻ്റെ വരികളെ ഞാൻ എത്തിക്കാനുണ്ടായ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ, അതിൽ ഒന്നാമത്തെ കാരണമായ പാട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ എൻ്റെ ഉറ്റ സുഹൃത്ത് മുസ്തു, അതുപോലെ മൻസൂർ, ഇസാഖ്, കരീം, തോട്ടുംചാല നിസാർ, അതുപോലെ
താളം പിടിക്കാൻ നൂർക്ക, ആലിക്കാത്ത മുനീർക്ക, ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് താളം പിടിച്ച് പാടിയ ആ പാട്ടുകളിൽ ഒരെണ്ണം എന്നെ കൊച്ചിയിലേക്ക്, അല്ലെങ്കിൽ കൊച്ചി ഷമീർക്ക എന്ന് പറയുന്ന പ്രതിഭയിലേക്ക് ഹഠാത് ആകർഷിച്ച ആ സംഭവത്തിന്റെ കാരണമുള്ള പാട്ടാണ് ആദ്യം കുറച്ച് വരി പാടാൻ പോകുന്നത്. ഞാനും നിന്റെ ഇതിന്റെ ഫുൾ സോങ് കേൾക്കാൻ നിങ്ങൾ മില്ലേനിയം വീഡിയോസിന്റെ ലിങ്കിൽ പോയിട്ട് കൊച്ചിൻ ഷമീർ സോങ്സ് ഞാനും നിന്റെ മോഹവും അദ്ദേഹം തന്നെ പാടിയ വോയിസ് അതിന്റെ ലിങ്ക് കിടപ്പുണ്ട്. ഫുൾ സോങ് അതിൽ കേട്ടോളാം. പിന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഗാനം എന്ന് പറയുന്നത് എന്നെ ഷമീർ ഖാനോടുള്ള ആരാധനയിലേക്ക് നയിച്ച മറ്റൊരു പാട്ട്. പച്ചോല പീപ്പി വലിച്ചോരീളം പൂങ്കാറ്റാനങ്ങ തുളുമ്പും പൂവേ. ഇതിന് വേറെ കാര്യമുണ്ട്. മൂപ്പര ഈ ശൈലിയാണ് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത്. പിരിശം തുളുമ്പും പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു സാധനമുണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അന്ന് എനിക്ക് രണ്ടാമത് നിങ്ങൾ മാറ്റിപ്പാടിയതെല്ലാം ഇഷ്ടപ്പെട്ടെ. പണ്ടത്തെ അതിന്റെ ഒരു ഒറിജിനൽ കോപ്പി പോലും സൂക്ഷിക്കാത്ത ചതിയനായ ഗുരുവാണ് ഗുരു. നമുക്ക് അതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്ത ഇഷാമുലയിലെ പാട്ട് എന്ന് പറയുന്നത് മൂസക്ക പാടിയ എവർഗ്രീൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ്. ഇന്നും ആളുകൾ ഏറ്റുപാടിക്കൊണ്ടിരുന്നത് 7-8 ആണ്. 1 2 3 1 2 3 4
ബ്യൂട്ടിഫുൾ പാട്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ജേണറിൽ ഈ ഒരു സ്റ്റൈലിൽ തന്നെ 7/8 താളത്തിൽ തന്നെ എനിക്കൊരു പാട്ട് വേണം കിനാവിൽ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ എഴുതിയിട്ട് കാര്യമില്ല, അത് പ്രിയപ്പെട്ട ആശിറിനെ കൊണ്ട് എഴുതിക്കാന്ന് ഞാൻ തീരുമാനിക്കുന്നു. ആശിർ ആ പാട്ട് എഴുതുന്നു, അങ്ങനെ ആ പാട്ട് പിറക്കുന്നു. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വരികൾ ആശിർ തന്നെ പാടി കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര താല്പര്യമുണ്ട്. അല്ല, നീ പാട്ട് പാടിയിട്ട് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ആളുകൾ. അപ്പൊ ആശിർ എന്റെ വർക്കിൽ ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് ഈ ഒരു ജേണലിൽ ഉള്ള 7/8 താളത്തിലുള്ള മനോഹരമായ ഒരു പാട്ടാണ്. ഷെരീഫ് കെയാണ് അത് പാടിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ അനുപല്ലവിയൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നത്. കിനാവിലും എന്ത് മുഞ്ചുള്ള പാട്ടെന്ന് പറയണം. അപ്പൊ ആശിർ പിന്നെ സൽമാനൊക്കെ കിനാവിനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് ആധികാരികമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിനെ കുറിച്ചും കിനാവ് എന്ന് പറയുന്ന വർക്ക് ജനിക്കുന്നതിനെ കുറിച്ചും തലേന്ന് കൈ താഴോട്ട് എടുത്ത് തീർച്ചയായിട്ടും ഓർമ്മകൾ ഇവിടെ മാന്തി പറിച്ചിരിക്കാല്ലേ, തലച്ചോർന്ന് മാന്തി എടുക്കുക ഓർമ്മ. ഓക്കെ, ഇനി കൊച്ചി സംസാരിക്കുന്നതാണ് കിനാവിനെ കുറിച്ച് സംസാരിക്കും. മൂപ്പറില്ലേ അസ്സലാമു അലൈക്കും. ഷാഫി എന്ന് പറയുന്ന കലാകാരൻ എന്നെ പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അത് മാത്രം പറഞ്ഞു, അല്ലാണ്ട് എന്റെ ശിഷ്യൻ ഭയങ്കര അതിനോട് ബിരിയാണി എന്തായാലും ഞാൻ വാങ്ങിച്ചു പറഞ്ഞോടല്ല കൊച്ചി പറയട്ടെ. അപ്പോ അതിനെ കുറിച്ച് പറയല്ലേ. ഇപ്പൊ 2003 ഡിസംബർ മാസം കിനാബ് എന്ന് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ 2000 ഇറങ്ങിയിട്ടുള്ള ഇഷാമുല്ല എന്ന കേസറ്റിൽ ഉള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ആ ഒരു പാട്ടുകൾ നെഞ്ചോട് ചേർത്തുകയും അതിൽ ഒരു ആരാധന മൂത്തുകൊണ്ട് ഈ ഒരു സംഗീത സംവിധായകൻ തന്നെ എൻ്റെ വരികൾ എഴുതണമെന്നുള്ളൊരു നിശ്ചയവുമായിട്ട് 2 വർഷം സംഗീതം ചെയ്യണമെന്നുള്ള ആ ഒരു നിർബന്ധിതം കൊണ്ട് 8 പാട്ടുകൾ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ കടുത്ത മറ്റൊരു ആരാധകരായിട്ടുള്ള കണ്ണൂർ ഷെരീഫ് കെയും രഹനത്തെ ഈ വർക്കിൽ പാടണം എന്നോട് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആഷിർ എന്ന് പറയുന്ന കലാകാരൻ ഈ കിനാബ് ഇറങ്ങുന്നതിന് മുന്നേ മിസിരിയത്ത് എന്ന് പറയുന്ന വർക്കിൽ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. മിസിരിയത്ത് ഫസ്റ്റും സെക്കൻഡും ഇറങ്ങിയ സമയത്താണ് കിനാബ് വരുന്നത്. അപ്പോൾ ആഷിറിൻ്റെ പല ഹിറ്റ് പാട്ടുകളും ഞാൻ ഷാഫിയോട് അത് കാണിച്ചു കൊടുക്കുകയും ഷാഫി നല്ലൊരു എഴുത്തുകാരനാണെന്ന് പരിചയപ്പെടുത്തുകയും ഈ പാട്ട് ഓൾറെഡി ആഷിർ നേരത്തെ എഴുതി തന്നിട്ട് വെച്ച പാട്ടായിരുന്നു, പക്ഷെ ട്യൂൺ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇഷാമുല്ലയുടെ മറ്റൊരു മുഖം അല്ലെങ്കിൽ മറ്റൊരു ടേസ്റ്റ് തോന്നുന്ന ഒരു വിധത്തിലുള്ളൊരു പാട്ടായിരിക്കണം എനിക്ക് ഇതിൽ വേറൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു. 10 പാട്ട് ഓൾറെഡി ഷാഫി എഴുതി വെച്ചതുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു പുതിയ കലാകാരനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനക്കും കൂടി വഴിയൊരുക്കി കൊടുത്ത്, അബ്ദുള്ള വടകര എന്ന കലാകാരനേക്കും കൂടി വഴിയൊരുക്കി കൊടുത്ത് ചുരുക്കി പറയാം
ഒരു 8 പാട്ടുകൾ കമ്പോസിങ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവൻ്റെ രചനയോട് അത് ആകർഷണം തോന്നിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പ്രണയപ്പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ റസൂലിൻ്റെ മധുവിനെ കുറിച്ചിട്ടുള്ള ഈ റസൂൽ പിറന്ന മണ്ണ്, ഇസ്ലാം വിരിഞ്ഞ മണ്ണ്, ആ ഒരു ഇത് തുടങ്ങുന്ന ഒരു സമയത്തുള്ള ആ ഒരു ലിറിക്സ് ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്നേരം വളരെ അന്നത്തെ എൻ്റെ ആ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ വളരെ മഹത്തായ വ്യക്തികൾ എഴുതുന്ന അത്തരം ഒരു വരികളുടെ സഞ്ചാരത്തിലാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ ആ പാട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും. ആ പാട്ടാണ് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് അത് സംഗീതം ചെയ്യുന്നത്. ഇവൻ എഴുതി തന്ന പാട്ടുകൾ എന്നോട് ട്യൂൺ ചെയ്തു ഷമീർക്ക് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പാടിക്കൊടുത്ത പാട്ട് ഇതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് സ്വീകരിക്കുകയും പിന്നീട് കിനാവിലുള്ള എല്ലാ പാട്ടുകളും സംഗീതം ചെയ്ത് അവിടുന്ന് ഒരു 4ാമത്തെ ദിവസം ആഷിറും സൽമാനും ഷാഫി എൻ്റെ ഉമ്മയും ഞാനൊക്കെ താമസിച്ചിരുന്ന എൻ്റെ തറവാട്ടിലേക്ക് കടന്നു വന്നു. അപ്പം ഉമ്മാക്ക് ഞാൻ ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഉമ്മ ഇങ്ങനെ ഒരു പുതിയ വർക്കുമായിട്ട് വന്നൊരു കലാകാരനാണ്, ഇവനും ഒന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അവനെ അടുത്ത് ചേർത്തിരുത്തി തലയിൽ കൈതലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ അടുത്ത് വന്ന നിന്നെ പടച്ചോൻ രക്ഷപ്പെടുത്തി വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ, അത് രക്ഷപ്പെടുത്തി തന്നിരിക്കും എന്നും ഈ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കലാകാരന്മാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും എന്നെപ്പോലെ എൻ്റെ ഉമ്മ അനുഗ്രഹിച്ചിട്ടില്ല. അതെന്താന്ന് ഇന്നും ഉമ്മ മരിച്ചിട്ട് ഇപ്പം വർഷം ഒന്ന് തികയാൻ പോകുന്നു, ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തേ ഇവനോട് മാത്രം ഒരു സ്നേഹവും സിമ്പതിയും തോന്നിക്കൊണ്ട് അനുഗ്രഹിച്ചു വിട്ടത്. ഞാനത് ഉമ്മയോട് പലവട്ടം മരിക്കുന്നതിന് മുമ്പേ ചോദിച്ചിട്ടുണ്ട്. നമ്മളെന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങള് കൊച്ചിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വേറൊരു സംഭവം നടക്കുക നമുക്ക് സന്തോഷമായ എന്താ അറിയോ, നിങ്ങൾ ഈ വർക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള അറിയാൻ നമുക്ക് അവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു. നിങ്ങൾ കോറസ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആടുള്ള കുറച്ച് കുട്ടികൾക്ക് കോറസ് പോഷൻ പാടാൻ വേണ്ടിയിട്ട് അതില് മാൻമിടികൾ കൊണ്ട് ദൂരെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അബ്ദുള്ളക്ക് എഴുതിയ പാട്ട്. അബ്ദുള്ളക്ക ഒരുപാട് ഹിറ്റുകൾ നമ്മളിപ്പോ പാടിയ ഇഷാമുല്ലൊക്കെ എഴുതിയിരിക്കുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വരികളില് പിന്നെ കൊച്ചി സംഗീതം ചെയ്ത പാട്ട് നല്ല പാട്ടായിരുന്നു. ഇന്നും നമ്മളെ റീമേക്ക് ചെയ്യണമെങ്കിൽ ഗംഭീരമായിട്ട് ഒരു കല്യാണ പാട്ടായിട്ട് പറയുന്ന വർക്ക് തന്നെ ഇന്നിപ്പോ റീമേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബമ്പം വർക്കാക്കി. എന്റെ ശിഷ്യനോട് ഞാൻ ഈ റസൂൽ പിറന്ന മണ്ണ് ഒന്ന് കുറച്ച് ഒരു പല്ലവി മാത്രം ഒന്ന് പാടി കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് 6/8 ആണ് ജി എന്നാണ്. സിന്ധു ഭൈരവി ആണ്. പാടാൻ വേണ്ടി ഞാനും സൽമാനും അൻവറും കൂടെ കൊച്ചിന്റെ കൂടെ ഇങ്ങനെ സ്റ്റുഡിയോയില് അച്ഛന്റെ സ്റ്റുഡിയോയില് സതീഷ് ബാബുട്ടൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് റെക്കോർഡിങ് ചെയ്യുന്നു. പിന്നെ അപ്പോ കോറസ് പാടാൻ വേണ്ടി നമ്മളിങ്ങനെ നിക്കുക. അപ്പൊ കൊച്ചിന്റെ ശിക്ഷണത്തിൽ അവിടെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, നമുക്കെല്ലാം പാടാൻ പേടി ഏത് പൊസിഷനിൽ നിൽക്കണം എന്താക്കണം ശരിയായിട്ട് നമ്മളൊപ്പം നിന്നിട്ട് മൂപ്പരും കൂടെ കോറസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന് പാടിച്ച ഈ റസൂൽ പിറന്ന മണ്ണ്. റസൂൽ പിറന്ന മണ്ണ് ഞാൻ നോക്കുന്നതിന് മുമ്പേ കിനാവിലും നിലാവ് പോലെ അത് നല്ലൊരു പാട്ടാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷണം തോന്നിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അന്ന് ആലപിക്കുന്ന സമയത്ത്, അത് ഇന്നത്തെ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര വളർന്നതിന്റെ പേരിൽ ഞാൻ വായിച്ചോ പറയുന്നതല്ല, കണ്ണൂർ ഷെരീഫ് എന്ന് പറയുന്ന കലാകാരന്റെ വീട്ടിൽ ഞാനും കൊല്ലം ഷാഫിയും ഈ പാട്ട് കമ്പോസിങ് ചെയ്തു പോയതിന് ശേഷം ഇപ്പൊ പുതിയ കലാകാരന്മാർ കടന്ന് വരേണ്ട ഒരു വർക്കല്ല എന്ന് തോന്നി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതായത് പുതിയൊരു പാട്ടുകാരനെ കയറി പാടിക്കുക എന്നുകൊണ്ട് തോന്നാത്തൊരു കാലഘട്ടം. കണ്ണൂർ ഷെരീഫ് എന്ന് പറയുന്ന കലാകാരൻ്റെ വീട്ടിൽ ഞാനും അവനും പോയി. അപ്പം ഷെരീഫ് ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷെരീഫ് ഇതിങ്ങനെ ഈ 8 പാട്ടും എഴുതിയിട്ടുള്ളൊരു കലാകാരനാണ്, ഇതിൽ ഒരു പാട്ട് പാടുന്നുണ്ട് അദ്ദേഹം, നല്ലൊരു പ്രണയഗാനമാണ് എന്നൊക്കെ പറഞ്ഞപ്പം
വേറൊരു വാക്കും കൂടി ഞാൻ ഷെരീഫിനോടെന്ന് പറഞ്ഞു, അത് മറക്കാതെ ഞാൻ പറയണത്. കാരണം ഷെരീഫ് ഇന്നിപ്പോൾ ഈ കടന്നു വന്ന് ഷാഫിൻ്റെ വോയിസിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അന്ന് എനിക്ക് ഒരു മ്യൂസിക് ഡയറക്ടറായി എനിക്ക് തോന്നുന്നു, നാളെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ലോകത്തോ വലിയൊരു കലാകാരനായി മാറാനുള്ള എല്ലാ സ്കോപ്പും പടച്ചോൻ അവനിക്ക് അനുഗ്രഹിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പറഞ്ഞൂടെ ഷെരീഫെ, നാളെ പിടുത്തം വിട്ട് പറന്നാളെ ഇവനെന്നുള്ളത് നമ്മളാരും വിധി ചെയ്തണ്ട എന്ന് പറഞ്ഞതുപോലെയും. പിന്നെ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ഈ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇവൻ എൻ്റെ ഉമ്മ എന്ത് പറഞ്ഞാണ് മയക്കെന്നുള്ളത് എനിക്ക് ഇതൊരുക്കും എല്ലാം പറയാ. ഇപ്പോ ഞാൻ 1-2 കാര്യങ്ങൾ എന്നതുപോലെ വളരെയേറെ കഷ്ടപ്പെട്ടിട്ട് പല രാവും പകൽ ഇതിന്റെ പുറകെ നടന്നുകൊണ്ടിട്ടും സ്റ്റുഡിയോയിൽ ഇവൻ നേരത്തെ പറഞ്ഞതുപോലെ 48 ദിവസമാണ് ഇതിന്റെ റെക്കോർഡിങ് വെച്ചിരിക്കുന്നത്. ബസ് പോലും കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയൊക്കെ ജീപ്പിൽ കടിച്ചു പിടിച്ച് പോയി ഞങ്ങള്. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹം പറഞ്ഞോണ്ട് വരുന്ന പാട്ട് എനിക്ക് വേണ്ടി ഷെരീഫായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. ഞാനാണെങ്കിൽ ആരാധന ബുദ്ധ ഭ്രാന്തായി നമ്മളെ ബാപ്പു വെള്ളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ നമ്മളെ അക്കര എന്ന് പറയുന്ന അരിക്കുളത്തൊരു വലിയ പാടത്തൊരു പരിപാടി എടുക്കുക. 10,000 കണക്കിന് ജനങ്ങൾ. കാരണം അന്ന് ജനങ്ങൾക്ക് ഗാനമേളക്ക് പോയിട്ട് ഇതിങ്ങനെ നോക്കി ഇടക്കിടക്ക് ഗാനമേള ആസ്വദിക്കുന്ന പരിപാടി ഒന്നും ഇല്ല. അന്ന് ഗാനമേളക്ക് പോയാൽ ആത്മാവും ശരീരവും ചെവിയും ഹൃദയം എല്ലാം കണ്ണും കരളും ഒക്കെ ആ സ്റ്റേജിലേക്ക് കൊടുത്ത് നമ്മളെക്കാളും അറിയുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം. തോളിലൊക്കെ ആൾക്കാർ കയറി നിന്നിട്ട് തെങ്ങിന്റെ പകുതിമെന്നൊക്കെ നിന്നിട്ട് കാല് കടയുന്ന പോലും അറിയാണ്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം. ഞാനും കുറച്ച് എൻ്റെ കൂടെ സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവർമാരും കൂടെ ഒരു ഗുഡ്സിൻ്റെ ആയത്തുകൾ പോയി. ഞാൻ ഈ യൂണിഫോം ഇട്ടിക്കേ, അല്ലെങ്കിൽ തന്നെ മുതലാളി വാങ്ങി തന്ന യൂണിഫോമാ. മറ്റ് അന്നേ വാശി കൂടുതലാണ് സാധിക്കാൻ വേണ്ടിയിട്ടേ. ഒരു ഡയറി, ചെറിയ ഡയറി നമ്മൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പേഴ്സിനോട് ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് ആ പേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഡയറിയിൽ ഇവരെ രണ്ടാളും ഒരു സൈൻ കിട്ടണം, ഓട്ടോഗ്രാഫ് കിട്ടണം, ഒരു വരിയെങ്കിലും എഴുതിയിട്ട് ഷെരീഫ് ഖാൻ്റെ ഒരു അതിനകത്തുണ്ടോ. പരിപാടി തീരുമ്പോൾ അടിക്കാൻ കഴിയില്ല. പരിപാടി തീരലും ഞാൻ പാഞ്ഞ് സ്റ്റേജുമ്പോൾ കയറി കമ്മിറ്റിക്കാരെ പിടിച്ച് വലിച്ചിട്ട് എല്ലാം കൂടി എൻ്റെ യൂണിഫോമൊക്കെ കീറി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഷെരീഫ് ഖാൻ്റെ അടുത്ത് പോകുന്നത്. കുപ്പായം കീറിയില്ലല്ലോ. എന്നിട്ട് എനിക്ക് രണ്ടാളും സൈൻ ചെയ്ത് തന്നു, രേനത്തെയും ഷെരീഫ് ഖാൻ. അന്ന് നമ്മൾ ആരാന്ന് പോലും അവർക്കറിയില്ല, നമുക്ക് അവരറിയാം. അതിന് ശേഷം ഷെരീഫ് ഖാനെ കാണാൻ പോകുന്നത് മൂപ്പരെ വീട്ടിൽ മുട്ടിടിച്ചിട്ടാണ് ഞാനവിടെ കുത്തിരിക്കുന്നത് പുറത്ത്. ഇവർ രണ്ടാളും അകത്ത് പോകുന്നത്. ഷെരീഫ് ഖാണെങ്കിൽ സാധാരണ അന്നും ഇന്നും കാണുന്ന പോലെ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൃഗോണ്ട് കളിയും ചെയ്യും. ഞാൻ പുറത്തേക്ക് കേൾക്കുമ്പോൾ ഞാൻ പഠിച്ചോടെ നമ്മളെ പാട്ടൊക്കെ എടുക്കോ. മൂപ്പര് പെങ്ങക്ക് കൊടുത്ത വീട്, ആ വീട്ടിലെ പോയെ. അപ്പൊ ഉമ്മാനെ കണ്ട് പാവം നമ്മളെല്ലാം ഉമ്മാരെ മാതിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാധുവായ ഉമ്മാനോട് ഞാൻ പുറത്താൻ പറയുന്നത്. കൊച്ചി അകത്തുനിന്ന് അന്ന് കല്യാണം കേട്ടില്ലല്ലോ ഷെരീഫ് ഖാൻ. ഷെരീഫ് ഖാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മൂപ്പര് ഞാൻ പിന്നീട് പലതവണ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നേരം പാടാൻ അറിയാൻ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പോയി സാധകം ചെയ്തത്. അടാ ഇനി എന്തിനാടാ പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് പാവാണ്. അപ്പോൾ പോയിട്ട് പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര അധികമൊന്നും പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞിട്ടുണ്ട്. ഷെരീഫെ, നാളെ ഇവൻ ഏത് ലെവലിലേക്ക് എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം എഴുതിക്കൊണ്ടുവന്ന പാട്ടുകൾക്കൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പാട്ടിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഈ പക്ക മാപ്പിളപ്പാട്ടിന്റെ ചുവടിലല്ല, നമ്മളൊരു ആൽബം എന്ന് പറയുന്ന സാധനത്തില് ജനകീയ, അതായത് എല്ലാ ആളുകൾക്കും സ്വീകാര്യത കിട്ടുന്ന രീതിയിലേക്ക് ഒരു പക്ക മാപ്പിളപ്പാട്ടല്ലാത്ത, എന്നാൽ കംപ്ലീറ്റ് മലയാളം ലളിതഗാനങ്ങളിലേക്ക് പോവാത്ത ഒരു വാമൊഴിയായിട്ട് നമ്മൾ പറയുന്ന കുറെ പ്രയോഗങ്ങളുള്ള പാട്ടുമായിട്ട് പോകുന്നത്. ഒന്ന്, എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ട് ഇനിയൊരു പ്രണയം. ഞാൻ അത് എഴുതി വെച്ച ഡയറിയാണ്. നമ്മൾ ചാട്ടമൊന്നും ഇല്ല കേട്ടോ, ഇതിൽ എഴുതി വെച്ചത് ഇപ്പവും കിടപ്പുണ്ട്. ഇത് ഞാൻ ഈ ഡയറിയിലേക്ക് പകർത്തുന്നത്, ഞാനിത് സത്യം പറഞ്ഞാൽ എൻ്റെ 16-ാമത്തെ വയസ്സിലോ 17-ാമത്തെ വയസ്സിലോ എഴുതിയതാണ്. ഡയറിയിലേക്ക് പകർത്തുന്ന 23-ാമത്തെ വയസ്സിൽ 21/6/2003. അന്ന് റിദ്ലാനും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെങ്കിലും കേസറിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിലേക്ക് സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ടോടുകൂടി എൻ്റെ കൂടെ പഠിച്ച പ്രജീഷ്, അതുപോലെ എൻ്റെ നാട്ടുകാരായ കൂടെ കളിക്കുകയും നമ്മൾ എന്താ പറയണ്ടേ യാത്രകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പാട്ടാസ്വാദകരായ സുഹൃത്തുക്കൾ. അവരുടെ എല്ലാവരുടെയും ചെവിയിലായിരിക്കും ഇത് ആദ്യം എത്തിയിട്ടുണ്ടാവുക. അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് ഞാനിത് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനമാക്കിയിട്ട് എഴുതി വെച്ചാണ്. ഇതിനകത്ത് നമ്മൾ പുറത്തിറക്കിയിട്ടില്ലാത്ത ഒരു പാട്ടിൻ്റെ വരികളാണ് ഇപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്യൂൺ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് കേട്ടോ. ഇതും പല പാട്ടുകളും പുറത്തിറങ്ങാത്തത് ഇപ്പോഴും ഉണ്ട്, ആ സമയത്ത് തന്നെ ഇറങ്ങിയ. ഇത്
പിന്നെ 3/7/2003 പിരിയുന്ന നേരം തളരുക നീ എന്ന് പറയുന്ന പാട്ട് ഷമീർക്കയും രേനത്തെയും കൂടിയാണ് കിനാവിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു പ്രണയമാണ് ഷമീർക്കാക്ക് ഞാൻ പാടിക്കൊടുക്കുന്നത്. നിങ്ങൾ പിന്നീട് ഹൃദയപൂർവ്വത്തിൽ കേട്ട എൻ്റെ വേർഷനാണ്. ഞാൻ പാടിയിട്ടുള്ള ആ ട്യൂണാണ് ഞാൻ മൂപ്പർക്ക് കൊണ്ട് കൊടുക്കുന്നത്. മൂപ്പർ അതിനെ മാറ്റിയിട്ട് വേറൊരു രൂപത്തിലാക്കി. അതൊന്ന് കുറച്ച് പേര് പാടണം. കട്ടി ആ പാടിക്ക. നിങ്ങൾ പാടിയ സ്റ്റൈൽ എന്താണോ അത് പാട്. മൂപ്പര അടുത്തേക്ക് ഇല്ല, നിങ്ങൾ പാടിയ സ്റ്റൈൽ കമ്പോസ് ചെയ്തേ. ഇനിയും ഒരു പ്രണയം ഞാൻ ആദ്യമായിട്ട് പാടിയത് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യം റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ റൂമെടുത്ത് റെക്കോർഡ് ചെയ്ത താരാട്ട് പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. തേനിശൽ പാടിത്തരാം എൻ പൈതൽ കരയല്ലേ ഇമ്പപ്പൂവല്ലേ നീ ബാപ്പാന്റെ കനിയല്ലേ. ആ കേസറ്റ് വെച്ചിട്ട് മൈനസ് ട്രാക്കിൽ റെക്കോർഡ് നൗഷാക്കാ ജയിക്കുന്നത്. ആർക്കിനും അത് ആരാ മോളിപ്പോ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ ഇല്ലേ? ആ മോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് താരാട്ട് പാടിയത്. ഇപ്പൊ ഓളെ കല്യാണം കഴിഞ്ഞ മോക്കൊരു കുട്ടിയായി. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഒഫീഷ്യലി നമുക്ക് പബ്ലിക്കിന് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ പാട്ടാണ് മൂപ്പര് പറഞ്ഞത്. ഏതാ പാട്ടെന്ന് പറഞ്ഞാല് കുറച്ച് ഓർമ്മകൾ കിനാവിലെ. ഞാൻ ആദ്യമായിട്ട് ഷാഫിനെ കുറിച്ച് ഷാഫിനെ കുറിച്ച് ഞാൻ അറിയുന്ന കല്യാണം നിശ്ചയിച്ച സമയത്ത് ഷാഫി ഭാര്യ വീട്ടുകാർക്ക് ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്ത ഒരു കാസറ്റ് നീയും സിവലേച്ചിയും പാടിയ ബേഹുദീ മേ സനം. അങ്ങനെയാണ് ഇയാൾ ആദ്യം ഇയാളെക്കുറിച്ച് അറിയുന്നത്. കല്യാണത്തിൻ്റെ ഒരു 2-3 ആഴ്ച മുമ്പ്. ഫൈസൽ എൻ്റെ സുഹൃത്താണ്. ഫൈസൽ എൻ്റെ കടയിൽ കാസറ്റ് കൊണ്ടുവന്നിട്ടിട്ട് കേൾക്കുന്നു.
ഷാഫി അറിയാത്തൊരു കേസാണ്, ഇന്നുവരെ ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. ഞാനൊരു പാട്ട് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം റജിലാനടുത്ത് പോയപ്പോൾ കൊണ്ടുകൊടുത്തരാം കാസറ്റ്. ആ കാസറ്റ് ഷാഫി അറിയില്ല, എന്റെ കടയിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് കൊണ്ടു കൊടുത്തെന്താ റജിലാക്ക്. അത് ഞങ്ങൾ രണ്ടാളിരുന്ന് വേറെ ദിവസം പറയുന്നുണ്ട്. എൻ്റെ പ്രണയകാലത്തെ ഇതുപോലുള്ള എൻ്റെ ജീവിതത്തിന്റെ സർവ്വ സ്വപ്നങ്ങളും രഹസ്യങ്ങളും ഉള്ള ഡയറികൾ അതൊക്കെ വായിച്ചിട്ട് എന്നെ തൃപ്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോരിന്ന് എൻ്റെ 23-ാമത്തെ വയസ്സിൽ അവളോട് ആവശ്യപ്പെട്ട ആളാണ്. അങ്ങനെ അന്ന് ഷാഫിനെ കുറിച്ച് അറിയുന്നത്. പിന്നീട് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് ഒരു 2ാമത്തെ ദിവസമാണ് തോന്നുന്നത്, 2ാമത്തെ ദിവസം തന്നെ സൽക്കാരം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. അന്നേരം ഫസ്റ്റിലത്തെ, 2ാമത് പിന്നെ നമ്മളെ ഫസ്റ്റില് അൽസഫ എന്നാണ് പേര്, നമ്മളെ കേന്ദ്രം. അപ്പോ അല്ല അതല്ല, ഫസ്റ്റ് കവർമ്പുറം വലിയ വളപ്പ് അൽസഫ എന്ന് പറഞ്ഞിട്ട് ആ ബൂത്തിൽ നിന്നായിരുന്നു ഷാഫി വീട്ടിലേക്കാരും വിളിക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ കലനെ കുറിച്ച് സംസാരിക്കുന്നു, റഫീ സാഹിബിനെ കുറിച്ച് സംസാരിച്ച് അവസാനം നമ്മളെ രാഗം റസാഖ് ഭായ്, നമ്മളൊരു ഗുരുവുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിച്ച് അങ്ങനെയാണ് പിന്നെ നമ്മള് റസാഖ് ഭായിന്റെ അടുത്ത് ഉസ്താദിന്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നത് സൽമാനാണ്. അത് അവിടെ ഭയങ്കരമായ ഒരു സംഭവം ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വിശേഷം. ഞങ്ങള് ബസ് കയറി അങ്ങോട്ട് പോയി, അവിടെ ചെന്ന് അപ്പൊ കുറെ പ്രാവുകളും കുറെ കുട്ടികളും ഉസ്താദും ചെന്നപാട് പാട്ട് പഠിക്കാൻ വന്ന റഫീസാവിന്റെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. എല്ലാരും ഒന്നോ റഫീസിന്റെ പാട്ടുകാരുണ്ടോ, പാടാൻ അറിയോ? ഞാൻ പറഞ്ഞ പാടാൻ ശ്രമിക്കുക. അന്ന് ഒരു കാര്യം ഇവർക്കൊക്കെ പിന്നെ ചായ വാങ്ങിക്കൊണ്ടുവന്നാണ്. ചായ വേറെ ചായയും കടി എന്തോ വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷെ ഉസ്താദിനാണ് എന്നെ ആയെന്ന് എനിക്ക് വേണ്ട, ഇവർക്കൊക്കെ കൊടുക്കും, എല്ലാവർക്കും കുടിപ്പിച്ച്. അത് കഴിഞ്ഞ് വാന്ന് പറഞ്ഞു. ഉസ്താദ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മറക്കപ്പുറത്ത് ഇരുന്നിട്ട് പെട്ടിയിൽ കഴിച്ചിട്ട് എന്നോട് ഏതാ പാടാന്ന്. അപ്പൊ ഞാൻ പിന്നെ മറ്റേ അതൊന്നുമല്ല പാടിയ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ മുമ്പൊരു ഇന്റർവ്യൂല് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ പാടി അനുപല്ലവി എത്താൻ നേരത്തെ ഉസ്താദ് നിർത്തിക്കളി. അപ്പൊ ഞാൻ എന്റെ മനസ്സ് കംപ്ലീറ്റ് ചത്ത്. ഇനി നമ്മൾ പാടാൻ പറ്റാത്ത ഒരാളെന്നുള്ള ലെവല്ല. അപ്പൊ നിങ്ങൾ സംഗീതമൊന്നും പഠിക്കണ്ട, 1 കൊല്ലം കൊണ്ട് അറിയപ്പെടുന്ന ഗായകനായി മാറും. അതും പറഞ്ഞ് ഞാൻ സൽമാനെ ഇവിടെ എത്തും വരെ എനിക്ക് വായി തോന്നിയത് മുഴുവൻ പറയും. ബസ്സിന് ഈ തള്ളു കേൾക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള ഇത് കേൾക്കാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി വെറുതെ ആൾക്കാരടിയിൽ നിന്ന് ഇൻസൾട്ട് ആയി അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറയും. ഇനി ഉസ്താദ് വെറുതെ ഒന്നും പറയില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. കൃത്യം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്റെ കിനാവൈന്റെ മുമ്പ് സംഭവിക്കുന്നു. ആ കൃത്യം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നുമൻ കൽബിൽ ഇറങ്ങുന്നതും എന്റെ 4 ആള് ഒരു നമ്മളെ പാട്ട് അറിയുന്നതും. 13 ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്നുമൻ കൽബിലൂടെ നമുക്ക് കുറെ വർക്കുകളും പരിപാടികളൊക്കെ കിട്ടുന്നു. ഈ കേസറ്റായിട്ട് നമ്മള് ഉസ്താദിന്റെ അടുത്ത് പോകുന്നതും. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായിന്ന് അതിന്റെ ഇടയില് ആ 1 വർഷത്തിനിടയിൽ എത്രയോ പേര് അവിടെ മൂപ്പരെ ശിഷ്യന്മാരിൽ വന്ന് ചേരുകയും പോവുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വന്ന് പോയിട്ട് 1 കൊല്ലം മുമ്പ് പറഞ്ഞതും എന്റെ മുഖവും ഒക്കെ അന്ന് ഉസ്താദിന് ഓർമ്മ ഉണ്ടെന്നുള്ള. പിന്നീട് ആ ബന്ധം വളരെ വിശാലമായ. അന്നത്തെ വേറെ അനുഭവം പറയാനുള്ള എന്താണെന്നറിയാം, ഇന്നത്തെ യുവഗായകന്മാര് പാടുന്നത് പോലെ വളരെ പെട്ടെന്ന് സോഫ്റ്റ്വെയറും സിസ്റ്റങ്ങളൊന്നും അല്ല, ഒന്നുമില്ലല്ലോ. പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. കാരണം അന്ന് കുരുത്ത എന്താ പറയണ്ടത്, ഇതിനെ കൊണ്ടിട്ട് തീൽക്കുരുത്ത് വെയിലത്ത് പാടൂല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥകളായി ഇരിക്കുന്ന കലാകാരന്മാരുടെ ആദ്യ അനുഭവങ്ങൾ. കാരണം എഡേറ്റ് സിസ്റ്റത്തിൽ പാടുക എന്ന് പറയുമ്പോൾ ഇന്നൊരു ഗാനമേളയിൽ പാടുന്നത് പോലെയാണ്. ഗാനമേളയിൽ പാടി ഒരു 2 വരി തെറ്റിപ്പോയാൽ അതെങ്ങനെ പുതിയ അങ്ങ് തീരും. പക്ഷെ എഡേറ്റ് സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് പാടുക, 5 ബൂത്തും ഹോളും തുറന്നു വെച്ചുകൊണ്ടിട്ട് ഓർക്കസ്ട്രയും ഇൻസ്ട്രുമെന്റലും ലൈവ് വായിക്കുക, അവിടെ തന്നെ കമ്പോസിങ് ചെയ്യുക, അതിന്റെ താളങ്ങളും പിന്നെ ഓർക്കസ്ട്രന്റെ ആ ഒരു സഞ്ചാരങ്ങളൊക്കെ അവിടെ നിന്ന് വെച്ച് തന്നെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ആണ് വർക്ക് ലൈവ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പം അത്തരം കണ്ട അനുഭവങ്ങളിൽ വന്ന ഒരു കലാകാരന്മാർ ഒന്നും വേദി വിട്ടോ ഫീൽഡ് വിട്ടോ ഇല്ല സൽമാന് പോയിട്ടില്ല. കാരണം അതൊരു അനുഭവം തന്നെ. ഇന്നത്തതുപോലെ പല്ലവി പാടിയിട്ട് പിറ്റത്തെ ദിവസം വന്നിട്ട് അനുപല്ലവി പാടുന്ന പരിപാടിയൊന്നുമല്ല അന്ന്. അന്ന് കാലത്ത് 8 മണിക്ക് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രാത്രി 3 മണിക്ക് 4 മണിക്കെല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങല് പുലർച്ചയ്ക്ക് അല്ലേ അച്ഛനെ ഇറങ്ങി. ഒരുപാട് സമയങ്ങളുണ്ട്. മിസ്രിയത്തും അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ അജ്മലത്തും സംഗീതം, അങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തത്.
ആ അനുഭവം അല്ലേ. അപ്പൊ എന്തായാലും കിനാവില് മറ്റൊരു പാട്ട് നമ്മളെ അൻവർ പാടിയ പാട്ട് പാടുക. ഏതോ ഒരു കാറ്റിൽ നിൻ സ്വരം കേട്ടിരുന്നു, ഏതോ കിനാവിൽ ആ മുഖം കണ്ടിരുന്നു, കണ്ണിന് കുളിരായി കാതിന് മധുവായി അഴകേ നീ പൂവാണോ പൂന്തേൻ ശലഭമാണോ. അത് വേറെ വളരെ രസകരമായിട്ടുള്ളൊരു പാട്ട്, എല്ലാം രസമുള്ള പാട്ട് തന്നെ എങ്കിലും അതിലൊരു 6/8-ന്റെ ഒരു നല്ലൊരു റിതമാറ്റിക് ആയിട്ട് ചെയ്തൊരു പാട്ടാണ്. ഷാഫി നാദിന് അതിന്റെ രചനയും ഷെരീഫാണ് പാടിയത്. സൽമാനാണ് വഴി. സൽമാൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, പിന്നെ അമ്മൂക്കാന്റെ മോളെ പുതിയാപ്പിള ഷാഫി കൊയിലാണ്ടിക്കാരൻ ഇങ്ങനെ പറഞ്ഞപ്പോ കാണണം സംസാരിക്കണം. അപ്പൊ ഒരു ദിവസം നമ്മളെ അവിടെ ഒരു കല്യാണം മൈലാഞ്ചി താജൊക്കെ ഉണ്ട്, താജൊക്കെ ഫാത്തിമ പാടി. അതെ, അതാണ് ഫസ്റ്റ്. അതാണ് ചിട്ടിയായി. അതെ അതെ അതെ. അല്ല, അതാണ് ജനങ്ങൾ മനസ്സിലാക്കണ്ടേ. 2005 ഡിസംബറിലേക്കാണ് നിങ്ങൾ മില്ലേനത്തിലൂടെ കേൾക്കുന്നതെങ്കിലും അപശ്രുതിക്ക് വേണ്ടിയിട്ട് മൂപ്പര് 2005 ഡിസംബറിലേക്കാണ് നിങ്ങൾ മില്ലേനത്തിലൂടെ പിന്നെ ഫാത്തിമ കേൾക്കുന്നതെങ്കിലും ഹദിയ ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ 2005 ഒരു മാർച്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് 2003 മുതൽ 2004 ആ സമയത്ത് 2004 ജനുവരിയിൽ ഫെബ്രുവരിയിലൊക്കെ മൂപ്പര് ഈ 2004 എൻഡ് വരെ ഫാത്തിമ വടകരക്കാർക്ക് മുഴുവൻ അറിയാവുന്ന പല വേദികളിലും പരിവാക്കി. അതെന്തായാലും പറയണ്ട. അവിടെ നമ്മള് പരിചയപ്പെട്ട് സംസാരിച്ച് പിന്നെ ചില യാത്രകള്, കണ്ടുമുട്ടലുകള്, സംസാരങ്ങള്. കൂടുതലും നമ്മള് ഇവന്റെ ബൂത്തിൽ പോയിരുന്നിട്ട് പിന്നെ അങ്ങാടിയിലെ ചായക്കടകള്, ഒരുപാട് പാട്ടുകളെ കുറിച്ച്, ഞാനും ആശിർ എഴുതിയ പാട്ടുകളെ കുറിച്ച് പാട്ടായ കഥ എന്ന് പറയുന്ന ഇതിന്റെ വേറെ എപ്പിസോഡിൽ വരും. അത് ഞങ്ങൾ എഴുതിയ പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ ആശിർ എഴുതിയ പാട്ട് കമ്പോസ് ചെയ്തതും പാടിയതൊക്കെ പറയാൻ വേണ്ടി. അന്ന് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ വേറെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മള്, അതായത് ഈ ഒരു വർക്കിന് മനസ്സിലാക്കി കേൾവിക്കാരെ ഇപ്പം ഇതിന്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നൊരു വർക്ക് ഇറക്കണം എന്ന് വിചാരിച്ചാൽ ഒരു 10-12 പാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത്ര എഫേർട്ടോ ഇല്ല. ഒരു സിംഗിൾ സോങ്ങിനാണ് ഒരു വർക്ക് എന്ന് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ നമ്മള് സൂപ്പർ ഹിറ്റ് വർക്കാണ് അയാളത് 6-ാമത്താണ് 7-ാമത്താണെന്ന് പറയുമ്പോ 7 പാട്ടുകളായിട്ടേ ഉള്ളൂ. 7 വർക്ക് എടുത്തു നോക്കുമ്പോ നമ്മള് ചെയ്യുമ്പോ തുടക്കം മുതല് 10-12 പാട്ട്, മിനിമം 8 പാട്ടുണ്ടാവും, അല്ലെങ്കിൽ 10-12 പാട്ടുണ്ട്. അതിന്റെ കൂടെ MP3 വേറെ. അപ്പൊ ഇത്രയും പാട്ടുകളുടെ പ്രയത്നം അതിനകത്ത് കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പാടുന്ന റെക്കോർഡിങ്ങിന്റെ കുറെ ദിവസം മുമ്പ് മെലോഡിനില്ല, പിച്ച് ഷിഫ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമില്ല. അപ്പം ഒരു എഫക്ട്സും ഇന്ന് ആധുനികമായിട്ടുള്ള സാധനം ഇല്ല. പ്രോട്ടൂൾസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. നമ്മള് കുറെ ദിവസത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്, ബൈഹാർട്ട് ചെയ്തിട്ടൊക്കെയാണ് പാടാൻ പോകുന്നത്. കുഞ്ഞുമൂസൊക്കെ നമ്മള് താജുഖാൻ ഉപ്പ ബാബുരാജ് അവരൊക്കെയുള്ള കാലഘട്ടത്തിലെ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയും നമ്മളോട്. അപ്പൊ അത് നമ്മളിങ്ങനെ കേട്ട്, പക്ഷെ നമ്മള് കടന്നു വരുന്ന ചില വഴികളുണ്ടല്ലോ, ഈ മധുരം ഇപ്പൊ നുണയുന്ന ഈ മധുരത്തിന് പിന്നില് ഒരുപാട് കയ്പുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതായത് നമ്മളെ ഈ മധുരം ഉണ്ടല്ലോ, ഈ മധുരം അല്ലെങ്കിൽ ഈ സെലിബ്രേഷൻ, ഈ സെലിബ്രേറ്റിന്റെ പിന്നില് അല്ലേ ഇപ്പൊ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോന്റെ പിന്നില് ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് മിസിരിയത്ത് സെക്കൻഡിലല്ലേ ഫസ്റ്റിന്റെ പാട്ട് വരുന്നത്. ഈ കൽവാട പാത്തിനും കിനാവക്കും മുമ്പ് ആദ്യമായിട്ട് എഴുതുന്നത് അഷർ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാല് മിസിരിയത്ത് സെക്കൻഡിലാണ്.
ഇപ്പം മിസിരിയത്ത് സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് ആഷിർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണുകയും അന്നേരം ശരിക്കും ആഷിർ പാട്ട് പരിപൂർണതയിലാക്കി എഴുതി വെച്ചിട്ടില്ല, പല്ലവി അനുപല്ലവി മാത്രമേ എഴുതി വെച്ചിട്ട് ചെമ്മരക്ക ഇതെങ്ങനെയെങ്കിലും ഒന്നൊരു കാസറ്റിൽ വരണം, അതായത് ഒരു വഴിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത വീട്ടുകാരനാണ് എൻ്റെ അനുജനിക്ക് സമ്മതമായിട്ട് നിൽക്കുന്ന ഒരു ചെക്കനും കൂടിയാണ്. അപ്പം മിസിരിയത്തിൽ കൊണ്ടുവന്ന് അതെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആ പാട്ട് തന്ന് പല്ലവി അനുപല്ലവിയും ചെയ്ത് ഞാൻ ട്യൂൺ ചെയ്തപ്പം ബാക്കിയും കൂടി എഴുതിത്താന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് വർക്കുകൾ നടക്കുമ്പം ബാപ്പു പള്ളിപ്പറമ്പും OM കരുവാരക്കുണ്ട് അങ്ങനെ പ്രഗത്ഭ കവികൾ ഒരു റൂമിൽ, ഇന്നാണ് ഷാഫി പറഞ്ഞതുപോലെ ഒരു പാട്ട് ഒരു വർക്കാക്കിയിട്ട് കാണുന്നത്. അന്ന് 8 പാട്ട് ചെയ്യുമ്പം ചിലപ്പോൾ 5 രചയിതാക്കളും ഒരു റൂമിൻ്റെ അകത്തുണ്ടാവും. ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ 5 പേർക്കും പറഞ്ഞു കൊടുക്കുന്നു, 5 പാട്ടുകൾ അവിടെ സൃഷ്ടികൊള്ളുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് വളരെ പ്രസക്തന്മാരായിട്ടുണ്ട്. അതല്ലേ ആ ഒരു അനുഭവത്തിൽ കൂടിയെല്ലാം വളർന്നു വന്ന ഒരാളാണ്. ഈ കലായാത്രയില് ഞാനൊരു പറഞ്ഞുകൊണ്ട് വരുമ്പോ ഷാഫിന്റെ വാപ്പ, എന്റെ വാപ്പ, അതൊക്കെ നമുക്കൊരു ഭയങ്കരമായ ഓർമ്മയും മിസ്സിങ്ങാണ് പറയുന്നത് പോലത്തെ. ഞാന് നീ ഇത് പറയുമ്പോ ഒറ്റ വരി കവിത നമ്മളെ ഇവിടുത്തെ പോൽക്കാവ്, ഞാൻ സപ്പോർട്ടില്ലാത്ത കഥകൾ നല്ല കൊച്ചി പറയുന്നത് എന്താന്ന്. ഞാന് ആശിര അനുഭവത്തിൽ നിന്ന് ഒരുപാട് ഹാർഡ് വർക്ക് എന്നാണ് നമ്മളിപ്പം അച്ചീവ് ചെയ്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നത് പറയുമ്പോ നമ്മളെ സത്യേന്ദ്രൻ പോൽക്കാവ് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, അടിപൊളി കവിയാണ്. മൂപ്പര് ഒരു ഒറ്റ വരി കവിതയുണ്ട്, കുമ്മായ എന്ന അതിന്റെ പേര്. എന്താന്നറിയോ? നിനക്കറിയില്ല എത്ര വെന്തിട്ടാണ് ഞാൻ വെളുത്തത്. കഴിഞ്ഞു, കവിത കഴിഞ്ഞു. എല്ലായിലുണ്ട്. കുമ്മായം പറയാ, അത് ഇത്തിലായിട്ട് പിന്നീട് അത് കുമ്മായ ആകുന്നതിലേക്കുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ആ ഇടിച്ച് പൊടിച്ച് തകർത്ത് അങ്ങനെയാണ് ഞാൻ കുമ്മായായി വെളുത്ത് നിൽക്കുന്നത്. നിനക്കറിയില്ല ഞാൻ എത്ര വെന്തിട്ടാ വെളുത്തത്. അതായത് ഈ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയാൻ ഭയങ്കര അനുഭവം അത്. ഞാനന്ന് കിനാവ്, ഞാൻ എഴുതിയ പാട്ടുകളിലും കിനാവെന്ന് കുറെ സ്ഥലത്തുണ്ടായിരുന്നു, നീ എഴുതിയ പാട്ടിലുണ്ട്, അങ്ങനെ അബ്ദുള്ളക്ക് എഴുതിയ പാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാനന്ന് ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ വർക്കിൽ കിനാവ് എന്ന് എത്ര വട്ടം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ അഡ്രസ്സും കൊടുത്ത് പിന്നെ അയച്ച് തന്നു കഴിഞ്ഞാല് സെലക്റ്റീവായിട്ട് അതിൽ നിന്ന് നറുക്കെടുത്ത് ഒരു വിജയെ തിരഞ്ഞെടുക്കും, നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യത്തിൽ അതൊരു കിനാവ് തന്നെ, ഏറ്റവും വലിയ കിനാവ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അതിന് പേരിടാനുള്ള കാരണം എന്താ പറഞ്ഞാൽ എന്റെ മുതലാളി, പിന്നെ ഓട്ടോറിക്ഷ മുതലാളി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ദീഖ, NK സിദ്ദീഖന്റെ വർക്ക്, ഇതിന്റെ ഓട്ടോറിക്ഷന്റെ പേരാണ് കിനാവ്. മനസ്സിലായോ? ആ സമയത്താണ് കിനാവ്. അതെ, അതിന്റെ ഇടയ്ക്ക് മിസ്രിയത്ത് നൈറ്റ് നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരിച്ചാ തീരാത്ത അനുഭവം ഉണ്ട്. ഇവിടെ നമ്മളൊരു ടോമി എന്ന് പറഞ്ഞ നായ ഉണ്ടായിരുന്നു, ഗോപാലേട്ടനായിരുന്നു. ഗോപാലേട്ടൻ പ്രമിഴച്ചിന്റെ വീട്ടിലെ ഞങ്ങളൊന്നും ചെയ്യില്ല, മണത്തോ, കാരണം മണം പിടിച്ച അവനറിയാം നമ്മളിവിടെ ഉള്ളതാണ്. ഇവർ രണ്ടാളും വടകരന്ന് വന്നാണല്ലോ. അപ്പൊ പള്ളിയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വരാം, മുഹമ്മദിയ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ സൽമാന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതന്നെ സിദ്ദീഖാന്റെ വീട്ടില് കിനാവ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ നമ്മളവിടെ കൊണ്ടുവച്ച് മിസ്രിയത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച് തിരിച്ചു വരാം. അപ്പൊ നായി എന്താന്ന് വെച്ചാല് ഇതൊരു പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ബോഡി ഷേപ്പിംഗ് കളിയാക്കലാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് എത്ര ബന്ധമുണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇവൻ ഓടി അതിലൂടെ പോയി, ഞാനും അങ്ങോട്ടേക്ക് പോയി. ടോമി എന്നെയും കൂടിയും കടിച്ചുകൂടുന്ന പേടിയായി. പക്ഷേ ഞാൻ വിചാരിച്ച് സൽമാൻ എന്തായാലും സാപ്പിട്ട് പോയി. ടോമിന് എല്ലാവർക്കും പേടിയാ, ഇരുണ്ട നായല്ലേ. സൽമാൻ ഓരോ സ്റ്റെപ്പ് വെക്കുന്നേരം ടോമി എന്താ ചെയ്യുന്നേരം, അതായത് ആദ്യമായിട്ടാണ് അങ്ങനെ, കാരണം അങ്ങനെ ഒരാളായി നടന്നു പോയിട്ടില്ലല്ലോ. ടോമിന്റെ ആദ്യത്തെ അനുഭവം ഇത്. ഇങ്ങനെ സൽമാന്റെ ഒപ്പം കൂടി നടന്ന. അപ്പം ഇവൻ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ ഒരു വേറൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ന്യൂനതകളോ കുറവുകളോ ബുദ്ധിമുട്ടുകളോ നോക്കൂല, അവനെ ആക്രമിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതൊരു മൃഗം അത് ചെയ്തോ? ഓന് ഓടാൻ പ്രയാസമുണ്ട്, നടക്കാൻ പ്രയാസമുണ്ട് എന്ന് മനസ്സിലായപ്പോ നമ്മളെക്കാളും അനുകമ്പ അത് പേടിച്ച തനിയെ വരുന്ന കൊച്ചൊന്നില്ല. അതായത് വെച്ചിട്ട് അതിനേക്കാളും വലിയ കോമഡി എന്താ പറയാ, കൊച്ചി
പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അമ്മേന്ന് ഇത് അടിച്ചുകൊണ്ട്, അമ്മ എന്ന് പറയുന്നത് അന്ന് കേസറ്റ് പ്രിന്റ് ചെയ്യുന്ന എറണാകുളത്തുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ തിരിക്കുന്ന ആളെത്തി, ഒരു പോക്ക് പോയി, രണ്ടാമത്തെ പോക്ക് പോകുമ്പോ കൊച്ചി എന്നോട് പറയാണ്, ഇവിടെ നമുക്ക് നമ്മളെ കുടുംബത്തില് അമ്മായിന്റെ അവിടെ പോവാടാ. ഞാൻ പറഞ്ഞ അമ്മ, ഞാൻ ഇവരും വെക്കറി ഇയാൾക്ക് ഇവിടെ അമ്മായിയോ? വെറുതെ ഞങ്ങള് എന്താക്കിന്ന് പറഞ്ഞാല് പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുന്ന നേരം മേലെ നിന്നുണ്ട്, ഷമീറേ എന്തിട്ടാ അവിടെ? അപ്പൊ ഷമീർക്കാൻ അറിയുന്ന ആരാധകരോ നോക്കുമ്പോ കുടുംബക്കാരാണ്. അന്നേരം പിന്നെ അങ്ങോട്ട് ഞെളിഞ്ഞില്ലേ, വാടാ എന്നും പറഞ്ഞു. നീ എന്താ വിചാരിച്ച വെറുതെ പറഞ്ഞല്ല, അതിനു മുമ്പേ ഞാൻ പറഞ്ഞു, എടാ ഇവിടുന്ന് ഒച്ച വെക്കല്ലേ, ഇതെന്റെ മാമമാരിലും താമസിക്കുന്നത്. എന്നിട്ടുണ്ടായ ഒരു അനുഭവം പറയാണ്ട്. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കൊച്ചി എന്നെയും കൂടി പരിദൗലിയ മഹാനവറുകളുടെ ജാറത്തെങ്കിൽ പോന്നു, മക്കാമില്. എന്നിട്ട് എന്റെ വരികൾ മുഴുവൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നേ. എന്നിട്ട് കൊച്ചി അവിടുന്ന് പറയാ, പുതുതായിട്ട് ജീവിതം തേടി കലാരംഗത്തേക്ക് വന്നതാണ്, രക്ഷപ്പെടുത്തി കൊടുത്തിയേക്ക്. അതാണ് മൂപ്പര് സ്റ്റൈലുണ്ടല്ലോ. അങ്ങനെ പച്ചക്ക് പറയുന്നത് എന്റെ മുന്നാ പറയുന്നത്. ആ സ്ഥലത്ത് ആ മക്കാമില്, ഞാൻ മക്കാമുകളിൽ നോർത്ത് ഇന്ത്യയിലും ഇവിടെയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മക്കാമില് പിന്നീട് പലതവണ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച നാട്ടിലും മക്കാമുണ്ട്, എൻ്റെ ഉമ്മ വളർന്ന വീടിൻ്റെ അടുത്ത് മക്കാമുണ്ട്, പപ്പങ്ങാട്. പിന്നെ എൻ്റെ ഉമ്മ ജനിച്ച നാട് ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ, അവിടെ മക്കാമുണ്ട്. ഞങ്ങൾ ഇന്നും പോവാറുണ്ട് അവിടെ. ഭവാനിപുരം ഗാലിബ് ഷഹീദ് ബാബൻ്റെ മക്കാമ്. എങ്ങനെ ഈ കോൺസിഡൻസ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, വളരെ യാദൃശ്ചികമാണ്. ഉപ്പാൻ്റെ നാട്ടിൽ ഇവിടെ പ്രശസ്തമായ പാറപ്പള്ളി മക്കാമുണ്ട്. പിന്നെ കല്യാണം കഴിച്ചെടുത്ത് വലിയ ഉളപ്പ് മക്കാമെന്നാണ് എൻ്റെ നിക്കാഹ് പോലും. അവിടെ പള്ളികളുണ്ട്, പക്ഷെ എൻ്റെ മക്കാമെന്നാണ് നിക്കാഹ് നടന്നത്. ഇതെല്ലാം കൊണ്ടും ഞാൻ തസൗഫിന്റെ അഹലുകളായ സൂഫിയാക്കളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ആ പാത ഇഷ്ടപ്പെടുന്ന ആള്, അവർക്കാണ് മനുഷ്യത്വമുള്ളത്. അങ്ങനെ ഞങ്ങള് ആ മക്കാമെന്ന് ഇറങ്ങി. പിന്നീടുണ്ടായ കുറച്ച് കോമഡി കൂടെ പറയുന്നുണ്ട്. ഇത് ഭക്തിസാന്ദ്രമായ ഒരു സംഭവം പറഞ്ഞേ. അങ്ങനെ ആ ലിറിക്സ് പിന്നീട് നമ്മൾ ഇന്നും തുടരുന്നു. അൽഹംദുലില്ലാ. നമ്മള് പിന്നെ ഷാജി കൈലാസ് പിന്നെ നമ്മളെ പ്രിയദർശൻ സാറും ലാൽ സാറൊക്കെ ഒരുമിച്ച, മോഹൻലാൽ സാറിന്റെ ഒക്കെ ബിഗ് ബഡ്ജറ്റ് മൂവിയായ 5 ഭാഷയിൽ ഇറങ്ങിയ പിന്നെ മരക്കാർ അറബിക്കടലിലെ സിംഹം, അതിൽ വരെ എഴുതാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അപ്പോൾ നമ്മളെ അന്ന് ഇദ്ദേഹം അവിടെ ചെന്ന് നമ്മളെ ലിറിക്സിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആത്മീയപരമായിട്ടൊരു ഏറ്റെടുക്കലുണ്ട്. ചിലപ്പം ശരീരം കൊണ്ടുള്ള ഏറ്റെടുക്കലിനേക്കാൾ പവർഫുൾ ആയിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ആത്മാവിലേക്കുള്ള ഏറ്റെടുക്കൽ. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി. ഈ പറഞ്ഞ പോലെ മുംബൈക്കാനെ അന്ന് ഗസലിന്റെ ആരാധകരായതുകൊണ്ട് മുംബൈക്കാനെ കൊച്ചിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ തവണ ഞാനും കൊച്ചിയും പിന്നെ ആശും കൂടെ പോയി. എന്നിട്ട് അവിടുന്ന് കൊച്ചി നമ്മളോട് എന്തോ പറഞ്ഞു, 1-2 പറഞ്ഞ് തെറ്റി. വേഗാണല്ലോ ഈ ചൊടിപ്പ്, പണങ്ങള് വേഗാണ്. തെറ്റിയതിന് ശേഷം ഞങ്ങള് നൗഷാദ് കേൾക്കുന്നില്ലേ, നൗഷാക്ക തെറ്റിയിട്ട് സിനിമക്ക് കയറി. ഞങ്ങള് സിനിമ കയറി സിനിമ കയറിയിട്ട് കൊച്ചിക്ക് തിരിച്ചു പോകണമെങ്കിൽ ആളപ്പുറം തന്നെ വന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ പോട് നിങ്ങള് പോയിക്കാൻ ആളെന്താണ് വന്നോളാം അല്ലെ, ഞാനും കയറുന്ന പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് എന്താ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നോക്കിയിട്ട്, അതായത് ഇതിനോട് പിണങ്ങിയിട്ട്, സ്ക്രീനിനോട് പിണങ്ങിയിട്ട് സിനിമ ഞാൻ കാണാൻ. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അല്ല, ഇങ്ങനെ നിന്നിട്ട് ഞാൻ നോക്കുമ്പോ ഈ കണ്ണിന്റെ കുട്ടി മാത്രം, കൃഷ്ണമണി മാത്രം ഇവിടെ പുറത്തേക്ക് കാണാൻ തക്കത്തിരിക്കല. സിനിമ കാണുന്നുണ്ട്, നമ്മൾ നോക്കുമ്പോ വെറുപ്പാന്ന് വിചാരിക്കട്ടെ. അതിന് ഇങ്ങനെ കുത്തിരിക്കാൻ ഉപ്പരി ഇങ്ങനെ ഇത് ഇങ്ങോട്ട് നോക്കിയിട്ട് എന്തെല്ലാം അനുഭവങ്ങൾ. സലാം ഖാനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സലാം ബീരോളിനോട് പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടെത്തി വലിയ. അതെ, അസ്കറിനെ കുറിച്ച് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അസ്കറിന്റെ വീട്ടിലിരുന്ന് നമ്മൾ കേട്ടതും, എന്റെ സ്നേഹിതൻ മജീദിന്റെ കല്യാണം, റാസിഖിന്റെ കല്യാണം, ഇവരുടെയൊക്കെ കല്യാണത്തിന്റെ തലേന്ന് ഞങ്ങള് കൂട്ടുകാരെ ഒരുമിച്ച് പിന്നെ ഈ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ട്. ഞാനിതെല്ലാവർക്കും പിന്നെ പലർക്കും കൊണ്ടു കൊടുത്തിട്ട് ഫ്രീ ആയിട്ടെങ്കിലും കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഈ അനുഭവത്തിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറയണം. ഷൈൻ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്ത വർക്കുകളൊക്കെ സൂപ്പർ ഹിറ്റ് തന്നെ. എല്ലാ വർക്കും ഷൈൻ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർക്ക് ഷൈൻ സ്റ്റുഡിയോയിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റ് സ്റ്റുഡിയോസിലേക്ക് പോകുന്നത്. പ്രോട്ടോൾസ് സിസ്റ്റം ഉള്ള സതീഷ് ബാബുട്ടനെ പറയണം. സതീഷ് ബാബുട്ടൻ രണ്ടാമത്തെ വർക്ക് പാടിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട് ഒരുപാട്. നമ്മളിപ്പം ഇന്നത്തെ ചർച്ച മുഴുവൻ കിനാവിനെ കുറിച്ചായിരുന്നു. അപ്പൊ കിനാവിന്റെ ഏകദേശം
ആ പാട്ടായ കഥ നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഇതിൽ എഴുതിയ വരികളിൽ എൻ്റെ ജീവിതം, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ, നമ്മളെ പ്രിയപ്പെട്ട ഭക്തി എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പാടിയ പാട്ട് രണ്ടുപേരും പാടിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഏതാണ്? പിന്നെ മറ്റേ പിരിയുന്ന നേരം. രഹനെ ഞാനും കൂടി പിരിയുന്ന നേരം വിശേഷങ്ങൾ പറഞ്ഞ് അതെ 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 ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഓർമ്മകളെ ഞങ്ങൾക്കാണ് അത് ആഹ്ലാദത്തോടു കൂടി. അതുപോലെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പേരുകളിലുള്ള ഇന്ന് വിദേശത്തും സ്വദേശത്തും വിവിധ ചിഹ്ന ഭിന്നങ്ങളായി കിടക്കുന്ന നമ്മുടെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ ബമേഷ് അടക്കം ഒരുപാട് ആളുകൾ, അതുപോലെ സലാം വടകര, അനസൊക്കെ നമ്മളെ നേരെ പോലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടാവും പല സ്ഥലത്ത് നിന്ന്. ഈ വീഡിയോ കാണുമ്പം ഏറ്റവും കൂടുതൽ എൻ്റെ ചങ്കുകൾക്കായിരിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ കലാജീവിതത്തിൽ ആൽബം മീഡിയയിലേക്കുള്ള തുടക്കത്തിന്റെ വിശദീകരണത്തിലൂടെ പാട്ടായ കഥ എന്ന ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം. ഇതിന്റെ തുടർക്കഥകൾ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടായ കഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും സലാം.